പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ നല്ല ഒരു സുപ്രഭാതം ഇവർക്ക്. സന്തോഷകരമായൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ നടന്നു പോകുമ്പോൾ പരിസരത്തെ വീടുകൾ എന്ന് വെച്ചാൽ ഇടതോ വലതോ ഉള്ള വീടുകൾ, ആ വീടുകളിലേക്ക് നിങ്ങൾ കണ്ണ് വായിക്കരുത്. നേരെ നടന്നു പോകുക. രണ്ടാമത്, അനാവശ്യ സന്ദർഭങ്ങളിൽ ആരോടും സംസാരിക്കാതിരിക്കുക. ആരെന്തു പറഞ്ഞാലും അല്പം മൗനം പാലിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ആരെങ്കിലും കേൾക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ. വിളിക്കാത്ത വീടുകളിൽ പോകാതിരിക്കുക. ബന്ധുവാണെങ്കിലും മിത്രമാണെങ്കിലും നിരന്തരമായി ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ പോയാൽ അവർ നമ്മളെ വെറുക്കുകയും അവർക്ക് തോന്നും അവരുടെ സ്വകാര്യതകളിലൊക്കെ നിങ്ങൾ കയറി ഇടപെടുകയാണ് എന്ന്. അതുകൊണ്ട് വിളിക്കാത്തിടത്ത് പോകാതിരിക്കുക. നിരന്തരമായി ആരുടെയും ഭവനത്തിൽ ചെന്ന് ഇരിക്കാതിരിക്കുക. ഇത് ഭവനമായാലും മറ്റ് സ്ഥാപനമായാലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, മരണം, അപകടം, രോഗം, ദാരിദ്ര്യം. ഇത് 4 കണ്ടാൽ എവിടെയും നമുക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം. പ്രശസ്തിക്ക് വേണ്ടി ദാനം കൊടുക്കരുത്. ഇല്ലാത്തത് ഉണ്ടാക്കിയെടുത്ത് കടം കൊടുക്കരുത്, തിരിച്ചു കിട്ടില്ല. പിന്നെ കടം കൊടുക്കുമ്പോൾ ഒരു ശത്രുവിനെ നിങ്ങൾ ഉണ്ടാക്കി എന്ന് ഓർത്തുകൊള്ളുക. ജീവിതത്തിലെ ചില തത്വങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ശത്രുക്കൾ കുറഞ്ഞിരിക്കും. ഇഷ്ടമുള്ളവരെ സ്ഥിരം കാണാൻ ആഗ്രഹിക്കരുത്. അവർക്കൂടെ കാണണമെന്ന് തോന്നുമ്പോഴേ നിങ്ങൾ അടുത്തിയല്ലാവൂ. എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് ചെന്നാൽ അവർ നിങ്ങളെ വെറുക്കും. അതുകൊണ്ട് ദൃഷ്ടി 2 തന്നേക്കുന്നത് ഒരുമിച്ചടയ്ക്കാനാണ്. ഒരുമിച്ചടയ്ക്കുകയും ഒരുമിച്ച് തുറക്കുകയും ചെയ്യുക. ദൃഷ്ടി വെറും കാഴ്ച മാത്രമാണ്. ചിന്തിക്കുന്നത് തലയാണ്. കാല് വെറും നടത്തയ്ക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കൈ ചെറിയ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് നിൻ്റെ ശിരസ്സാണ്. ശിരസ് പുഴു കുത്തിപ്പോയാൽ കാലുകൊണ്ടും കൈകൊണ്ടും പ്രയോജനമില്ല. ബുദ്ധി കൊണ്ട് ജീവിക്കുക, വികാരത്തെ നിയന്ത്രിക്കുക. ജോൺസൺ കരൂർ.